കാര്യമാണ്. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, CPM-ന്റെ തന്നെ പല അണികളും നേതാക്കളും പങ്കുവെച്ച ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു തരത്തിലും കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുത്, അത് മിക്കവാറും ഈ സീറ്റ് തർക്കത്തിന്റെ പേരിലായിരിക്കുമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, അതുണ്ടാകരുത് എന്ന് ഇത്രമാത്രം ഡിമാൻഡുള്ള ഒരു പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റിയെടുക്കുകയാണോ? ഇല്ല, കേരള കോൺഗ്രസ് LDF-ലെ ഏറ്റവും പ്രമുഖമായ ഘടകകക്ഷികളിൽ ഒന്ന് തന്നെയാണ്. അതായത് CPM, CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അതിന് യാതൊരു തർക്കമില്ല. അപ്പൊ അതിൻ്റെതായ പരിഗണന ആ പാർട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ പാർട്ടിയുടെ പ്രവർത്തകരും CPM പ്രവർത്തകരും CPI പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താ, ഇവിടെ ഇപ്പം പ്രശ്നം എന്താ വെച്ചാൽ UDF-ന് 100 സീറ്റുകളുടെ അധികാരത്തിൽ വരുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് പരസ്യമായിട്ട് പറഞ്ഞു. വിസ്മയങ്ങൾ ഉണ്ടാക്കും അടുത്ത 2026 പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വക ചർച്ചകളുടെ ആവശ്യമില്ലല്ലോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അവരിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല, അങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് അവരെന്തിനാ ഈ കഠിന ശ്രമം നടത്തുന്നത്? കുറെ നാളുകളെ, ഏതാണ്ട് ഒരു 10-20 ദിവസമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോസ് കെ മാണി. കാരണം എന്താണ്, ജോസ് കെ മാണിയുടെ പ്രാധാന്യം അത്രയ്ക്കും വലുതാണെന്ന് UDF എന്ന് പറയുന്നത് ഇപ്പൊ ഘടകകക്ഷി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു കാലം മഞ്ജുഷ് അറിയാമല്ലോ എങ്ങനെയാണ് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആ UDF-ൽ നിന്ന് പുറത്തു കടന്നത്. വളരെ മോശമായ രീതിയിൽ അപമാനിച്ച് അധിക്ഷേപിച്ച് ചവിട്ടി പുറത്താക്കുകയത്. ബെന്നി ബഹനാൻ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് കൺവീനറായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരെ പുറത്താക്കിയിരിക്കുന്നു പറഞ്ഞു. അത്രയ്ക്ക് അപ്രധാന്യമായിട്ടുള്ളൊരു ഘടകകക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇപ്പോൾ ആ പാർട്ടിയുടെ പുറകെ നടക്കുന്നത്? അപ്പൊ അതിനൊരു കാര്യം മനസ്സിലായില്ലേ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശക്തി അവരുടെ ജനകീയ അടിത്തറ അത്ര വിപുലമാണെന്നുള്ളവരും. ഇപ്പൊ നേരത്തെ സംസാരിച്ച ജോർജ് ജോസഫ് പൊടിവാർ സാർ പറഞ്ഞ പോലെ ഇതുപോലെ മലബാർ മേഖലകളിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വലിയ അടിത്തറയുണ്ട്. പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകൾ, വയനാട് ജില്ല, അതുപോലെ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം ഈ പാർട്ടിക്ക് വലിയ ശക്തിയുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും മുന്നണികളിൽ ഘടകകക്ഷികൾ സീറ്റുകൾ കൂടുതൽ ചോദിക്കുന്നത് ഒരു സ്വാഭാവികമാണ്. അതിനകത്ത് എന്തെങ്കിലും പുതുമയുണ്ടോ? ഒരു പുതുമയില്ല. അവരങ്ങനെ ആവശ്യപ്പെട്ടെന്നുള്ളൊരു പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വാർത്താ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുമായിട്ട് ചർച്ച ചെയ്ത് ജോസ് കെ മാണി സീറ്റിന്റെ കാര്യം ജോസ് കെ മാണി പറഞ്ഞിരുന്നു, ഒരു ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ. അത് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം അവരുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ബൈറ്റാണ്. ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ല. അതിനകത്ത് എന്താ മഞ്ജുഷ, അതിനകത്തൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഏത് ഘടകകക്ഷികളും ഇപ്പൊ RSP, പിന്നെ UDF-ലെ RSP എന്ന് പറഞ്ഞ ഘടകകക്ഷി, അവരിപ്പോ 4 സീറ്റ് ചോദിച്ചിരിക്കുക. അവര് കൊല്ലം പിന്നെ CPM-ന്റെ സിറ്റിംഗ് സീറ്റിലേക്ക് ഷിബു ബേബി ജോണിനെ പിന്നെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരിക്കുക. അതൊക്കെ സ്വാഭാവികമല്ലേ? അതിപ്പം ഏത് രാഷ്ട്രീയ കക്ഷിക്കായാലും കൂടുതൽ പിന്നെ സ്ഥലങ്ങളിൽ മത്സരിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും, അവരത് ആവശ്യപ്പെടും. അത് സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷന്റെ സിനാറിയോയിൽ കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ആവശ്യപ്പെടും, അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. തന്നെയല്ല സോഫാർ ഇതുവരെ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പും LDF-ലോ അല്ലെങ്കിൽ CPM-ആയിട്ട് യാതൊരു തർക്കവും അല്ലാതെ എനിക്കൊക്കെ നേരിട്ടറിയാം. കാരണം ഞാൻ കടുത്തുരുന്ന നിയോജകമണ്ഡലത്തിലെ വോട്ടറാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവരും ഞങ്ങളും തമ്മിലുള്ള സഹകരണങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ അങ്ങേയറ്റത്തെ സഹകരണം ആ പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നേതൃത്വമെല്ലാം. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല. അത് തന്നെയല്ല, ഒരു കാര്യം വസ്തുതാപരമായിട്ട് പറയാം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് കോട്ടയം ജില്ലയിൽ പല പഞ്ചായത്തുകളും LDF ഭരിക്കാൻ തുടങ്ങി. ഉദാഹരണം എന്റെ പഞ്ചായത്ത് തന്നെ. അപ്പൊ അതൊക്കെ നമ്മൾ നിഷേധിച്ചിട്ട് വെറുതെ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ വിഭാഗത്തിനെ കിട്ടണം അതിന് എന്ത് മാർഗം നോക്കും, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ദിവസേന നടക്കണം. പക്ഷെ ജോസ് കെ മാണി പറഞ്ഞൊരു വാക്കുണ്ട്, മഞ്ജുഷ് അറിയാലോ, അവരുടെ ആത്മവിശ്വാസം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കും ഞങ്ങളുടെ പുറകെ നടക്കണമെന്നുള്ളത്. അതിനെപ്പറ്റി ഒരു മറുപടി എന്താ ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റുന്നത്? പിന്നെ ജോസ് കെ മാണി എന്ന് പറഞ്ഞ വ്യക്തിത്വം ഞാൻ പോഴ്ത്തുന്നല്ലേ, അത് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. വളരെ വിഷനുള്ളൊരു നേതാവാ, വളരെ സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള നേതാവാ, നിലപാടിൽ ഉറച്ചു നിൽക്കുക, അതോടൊപ്പം ശരി ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും CPM ഇങ്ങനെ ഒരു തന്ത്രം പയറ്റുന്നത് അത് അത്ഭുതപ്പെടാനില്ല. അങ്ങനെ പയറ്റിയില്ലെങ്കിലേ അതിൽ അത്ഭുതപ്പെടാനുള്ളൂ. ആണികൾക്കും നേതാക്കൾക്കും താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, കേരള കോൺഗ്രസ് എമ്മിനെ പ്രകോപിപ്പിക്കരുത്, ഒരു തരത്തിലും അവരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണക്കരുത് എന്ന്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.